ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 550 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSSന്റെ ഇപ്പോഴത്തെ സർസംഘ് ചാലക് മോഹൻ ഭാഗവതും കേരളത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടണം എന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ് സ്വാമി ഭദ്രാനന്ദ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 550 കോടി രൂപയുടെ സ്വത്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു. ഈ സംഭവത്തിന് പിന്നിൽ കവടിയാർ കൊട്ടാരമാണ് ഉള്ളതെന്ന് തെളിവുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി ലഭിച്ചു എന്നുമാണ് ആ കുറിപ്പിലെ ഉള്ളടക്കം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ബി നിലവറ 12 തവണയാണ് തുറന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 550 കോടി രൂപയുടെ സ്വത്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ യഥാർത്ഥ ശത്രുക്കൾ ഹിന്ദുക്കൾ തന്നെയാണ്. നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതും കേരളത്തിന്റെ കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വത്തുക്കൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ കവടിയാർ കൊട്ടാരമാണെന്ന് തെളിവുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി ലഭിച്ചിട്ടുമുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പിണറായി വിജയന് താൽപ്പര്യമുണ്ട്. എന്നിരുന്നാലും ഈ സംഭവത്തിലെ അന്വേഷണം തുടരുന്നത് തടയാൻ സംസ്ഥാന BJPയുടെ നിഴൽ സിൻഡിക്കേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കണം. ഞങ്ങളുടെ അറിവിൽ കേരളത്തിലെ BJPയുടെ ഭാവി സംഘടനക്കുള്ളിലെ ഒരു ചെറിയ നായർ നസ്രാണി ലോബി നശിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ അമിത്ഷായുടെയും പേരിൽ അവർ നടത്തുന്ന ഹീനമായ പ്രവർത്തനങ്ങൾ കാരണം BJPയിലുള്ള ഹിന്ദുക്കളുടെ വിശ്വാസം ക്ഷയിച്ചു വരികയാണ്. ഇത് വോട്ടർമാരുടെ പിന്തുണ കുറയാനും കേരളത്തിൽ പാർട്ടിയുടെ സ്വാധീനം ദുർബലമാകാനും കാരണമാകുന്നുണ്ട്. നിലവിൽ സംസ്ഥാന BJPയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അംഗീകാരമോ പരിഗണനയോ ലഭിക്കുന്നില്ല. അവരുടെ ദുരവസ്ഥയ്ക്ക് കാരണം പാർട്ടിക്കുള്ളിലെ നായർ വർഗീയതയാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ ഹിന്ദു സമുദായ ശക്തികൾ ഈഴവരും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുമാണ്. എന്നിരുന്നാലും അത്തരം ശക്തമായ സംഘടനകൾ BJPയിൽ നിന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിന് നായർ നസ്രാണി വിഭാഗങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ. ഈ സംഭവ വികാസങ്ങളുടെ ഫലമായി വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വൻ പരാജയം നേരിടേണ്ടി വരുമെന്ന് ഞാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. സ്വാമി ഭദ്രാനന്ദ്, അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ്, കേരളം. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നേരത്തെയും പലതവണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പകൽക്കൊള്ളയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ച ആളാണ് സ്വാമി ഭദ്രാനന്ദ്. ശബരിമലയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നടക്കുന്ന മോഷണങ്ങളും ആചാര ലംഘനങ്ങളും സംബന്ധിച്ച് ശക്തമായ ആരോപണങ്ങളാണ് സ്വാമി ഭദ്രാനന്ദ് ഉന്നയിച്ചിരുന്നത്. തന്ത്രി കുടുംബത്തിന്റെ അറിവില്ലാതെ ശബരിമലയിൽ ഒരു മോഷണവും നടക്കില്ലെന്നും തന്ത്രിമാരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കുറച്ചുനാൾ മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ ടീം ശബരിമലയിൽ പ്രവേശിച്ചതിനെ കുറിച്ചും അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശ മലയാളികൾ 2014 സമർപ്പിച്ച ഏകദേശം 12 കിലോ തൂക്കം വരുന്ന ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ്ണത്തളിക ഇപ്പോൾ ശബരിമലയിൽ കാണാനില്ലെന്നത് ഗുരുതരമാണെന്നും അദ്ദേഹം പറയുന്നു. അന്നത്തെ സ്പെഷ്യൽ ഓഫീസർ ഈ തളിക ജനങ്ങൾക്ക് കാണും വിധം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും പുതിയ ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ IAS ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ഭദ്രാനന്ദ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും കർശനമായ സുരക്ഷയുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നവരത്ന മോതിരം, രത്നമാലകൾ, സ്വർണം കെട്ടിയ ശംഖുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ വർഷങ്ങളായി കാണാതായെങ്കിലും ഉത്തരവാദികൾ ആരെന്ന് വ്യക്തമല്ല. വിനോദ് റായ്, ഗോപാൽ സുബ്രഹ്മണ്യൻ എന്നിവരുടെ റിപ്പോർട്ടുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിലും നിഗൂഢ ശക്തികൾ അതിനെ മറച്ചുവെക്കുകയാണ്. നിവേദ്യത്തിനായി ഉപയോഗിക്കുന്ന കിളിക്കിണ്ണം കാണാതാവുകയും സ്വർണ്ണപാത്രമായിരുന്ന അത് തിരികെ ലഭിച്ചപ്പോൾ ഒരു വെള്ളിപ്പാത്രമായിരുന്നു എന്നതും സ്വാമി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇങ്ങനെ നിരവധി തവണയായി പലവിധ മോഷണങ്ങളും അഴിമതികളും ചൂണ്ടിക്കാണിച്ച ആളാണ് സ്വാമി ഭദ്രാനന്ദ്. എന്നാൽ കൊട്ടാരത്തിനും തന്ത്രി കുടുംബത്തിനുമൊക്കെ എതിരായി മുഖം നോക്കാതെ പ്രതികരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ കേരള BJPയിലെ ഉന്നതർ സ്വാമി ഭദ്രാനന്ദിനെ അയിത്തം കൽപ്പിച്ചിരിക്കുകയാണ്. തന്റെ കേരള BJPക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞു എന്നും സ്വാമി പറയുന്നുണ്ട്. അതുകൊണ്ടാകാം ശ്രീ അജിത് ഡോവൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതെന്നും ക്ഷേത്രത്തിലെ 550 കോടിയുടെ കൊള്ളയ്ക്ക് പിന്നിൽ ഓസ്ട്രിയ കേന്ദ്രീകരിച്ചുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയ ആണെന്നും പറയുകയാണ് സ്വാമി ഭദ്രാനന്ദ്.